ഹൽ- ഹലോ. ആ, രേ- സുധിയുടെ ഭാര്യ രേണു പാവം വളരെ വിഷമത്തോടെയാണ് ഓരോ വീഡിയോകളും ചെയ്യണത്. കാരണം എനിക്ക് നമുക്ക് പോലും സഹിക്കണില്ല. ഈ ആൾക്കാർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ആ കൊച്ചതെങ്ങനെ ജീവിച്ചുകൊണ്ട് പോയിട്ട് അഭിനയിക്കേ, റീല് ചെയ്യേ, എന്തോ ചെയ്യിട്ട് നിങ്ങൾക്ക് എന്തൊരു, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം അവക്കുണ്ട്? നാട്ടിലുള്ള ആൾക്കാർ പിറകെ നടന്ന് അവരെ കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ അവനവൻ്റെ വീട്ടിലെ അമ്മയെയും ഭാര്യയെയും മക്കളെയും അവരെങ്ങനെ ജീവിക്കണം എന്നാണ് ആദ്യം ചിന്തിക്കേ. എല്ലാം തികഞ്ഞു തന്നെ ഇരിക്കുന്നത്. നിങ്ങളെ വീട്ടിലൊന്നും ഒരു കുറ്റവും കുറവും ഒന്നുമില്ല, എല്ലാം തികഞ്ഞാണ് ഇരിക്കുന്നത്. ഇതെന്ത് പാവപ്പെട്ട ഒരു കൊച്ചായതുകൊണ്ട്? അതാ നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്നവരെ പോലെ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട്? അതാ ഭർത്താവ് മരിച്ചതുകൊണ്ട്? ദൈവം ആരെ വിളിക്കുന്ന ആർക്കറിയാം? ഈ മനുഷ്യർ കിടന്ന് ഈ പൊടിയങ്ങാരം പൊടിച്ച് വാരണമല്ല. എന്തിനു വേണ്ടി? ആ കൊച്ചിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കിട്ട്. അവൾ പ്രസവിച്ച മക്കൾ അവൾ കളയൂ? ആ, അത് കളയില്ലല്ലോ. അപ്പം ഭർത്താവ് മരിച്ച ഉടനെ ഭാര്യമാരും അങ്ങ് മരിക്കണം, അങ്ങനെ വല്ലതുകൊണ്ട്? അതാ ഈ ലോകത്തെല്ലാം എല്ലാവരെയും എല്ലാം തെളിയിച്ചുകൊണ്ട് എല്ലാം അറിയിച്ചുകൊണ്ട് ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഈ കമൻ്റ് ഇടുന്നവനും അവൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് അവ ആദ്യം ആലോചിക്കണം. അവൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എല്ലാം തികഞ്ഞാണ് ഇരിക്കുന്നത്. അവർക്കൊന്നും ഒരു കുറ്റവും ഇല്ലേ? എന്തിന് പാവപ്പെട്ട ഒരു കൊച്ചിനെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യണത്? അതെന്തെങ്കിലും ചെയ്തു പോയ ആ രണ്ട് കുട്ടികൾ എവിടെ പോകും? ആര് നോക്കും അതുങ്ങളെ? അച്ഛനേ ഇല്ല, അമ്മയെങ്കിലും വേണ്ടേ അതിന്? അവരെങ്ങനെ ജീവിക്കിട്ട്? നിങ്ങൾക്കൊക്കെ എന്തരും? നിങ്ങൾക്ക് വേറെ പണികളൊന്നുമില്ലേ? കണ്ട പെണ്ണുങ്ങളെ പിറകെ നടന്ന് ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കണമല്ല. നിനക്കൊക്കെ നാണമുണ്ട്? വല്ല പെണ്ണുങ്ങളെയും പറയും നീയൊക്കെ ഇടാ ചിലവിന് കൊടുക്കണം ആ കുട്ടിക്ക്? ഇല്ലല്ല. അവളെങ്ങനെ ജീവിക്കിട്ട്? അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇരിക്കിട്ട്. അവരെ നോക്കാം, അവരെ മക്കളുണ്ട്, അവൾക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭർത്താവിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത വിഷമം നാട്ടിൽ കിടക്കണം. നിന്നെപ്പോലെ ഉള്ളവനൊക്കെ എന്തിനാണ്? നിൻ്റെ വീട്ടിലുള്ളവരെല്ലാം നല്ല ആൾക്കാരിയല്ലേ? നിനക്കൊന്നും ഒരു കുറ്റവും ഇല്ലേ പറയാൻ? ഒരു കുറ്റവും ഇല്ലേ പറയാൻ? എല്ലാം തികഞ്ഞിരിക്കുകയാണ് നീ. എന്നിട്ട് തന്നെ ആ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറയണത്. പാവം, അതിനെ കണ്ട അന്ന് ചെയ്ത പാവം തീരും. പാവം, അവക്കറിയാം അവനുള്ള വിഷമവും വേദനയും എത്രയുണ്ടെന്ന്. അവരവർക്ക് ഓരോന്ന് വരണം, അപ്പോഴേ അതിൻ്റെ വേദന അറിയാവൂ. കണ്ടു നിൽക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് വരണതിൻ്റെ വേദന അറിഞ്ഞാൽ അവനോന് വരണം, അപ്പോഴേ അതിൻ്റെ വേദന അറിയാവൂ. അതിൻ്റെ വിഷമം അതിനല്ലേ അറിയാവൂ. എൻ്റെ മോളെ ഭർത്താവ് മരിച്ചു. 28 വയസ്സിൽ എൻ്റെ മോളെ ഭർത്താവ് മരിച്ചു. അവൾക്ക് 32 വയസ്സായി. അവളിതാ ജോലി, അവൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് അവൾക്ക് അറിയണ ജോലി ചെയ്ത് അവൾ ജീവിക്കുന്നു എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ പറയും. ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം പറഞ്ഞിട്ട് അതുപോലെ പറ്റുള്ളൂ. എല്ലാവരും ഒന്നുപോലെ ജീവിക്കാൻ പറ്റില്ല.